എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു മധുരമുള്ളൊരു സാധനം ആക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അപ്പം താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. നമുക്ക് ഇന്നെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് കൈതച്ചക്ക മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടെ. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ എന്തെണ്ണയായാലും ഒന്നുമില്ല ഒഴിച്ചിട്ട് അതിൽ 1 കപ്പ് സേമിയ ചേർത്തിട്ട് വറുത്തെടുക്കും. നല്ലോണം മൂക്ക വറുത്തിങ്ങെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ അടിയിൽ എന്തായാലും കുറച്ച് എണ്ണ ഉണ്ടാവും. ആ എണ്ണയിൽ തന്നെ 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. 2.5 കപ്പ്, ഇനി 1 കപ്പ്, 2.5 കപ്പ്, 2.5 കപ്പ് വെള്ളം ഈ എണ്ണയിൽ തന്നെയാണ്. അതാണ് ഇങ്ങനെ മേലെ പൊന്തിയത്. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. വെള്ളം ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റവ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. നല്ലോണം വെന്ത് അതിൽ ഇതിൽ നമുക്ക് അരച്ച് വെച്ച കൈതച്ചക്ക 1 കപ്പ് അതും ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ വരാനുണ്ട്. നല്ലൊരു മണം കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ചെറിയൊരു പുളിപ്പും എല്ലാം കൂടി ആകുമ്പോൾ ഇത് കൈതച്ചക്ക ഇല്ലാണ്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഒരു പിഞ്ച് കുങ്കുമപ്പൂ, ഒരു കളറ് നല്ലോണം വരും. അതില്ലെങ്കിലും ഒഴിവാക്കാം. 1 കപ്പ് പഞ്ചസാര പഞ്ചസാര ചേർത്താൽ ഇതൊന്ന് നല്ലോണം ഇളകി വരും. എന്നിട്ടത് വെള്ളം വറ്റി വരണം. ഉണ്ടാ പായസം പോലെയായി. ഇനി ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ 2 പിഞ്ച് ഉപ്പ്, എന്ത് മധുരമുള്ള ഉണ്ടാക്കുമ്പോൾ ഉപ്പിടണം. 1/2 ടീസ്പൂൺ ഏലക്കായ്, പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കായ്, അതും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന നെയ്യാണ്. ഇത് നെയ്യ് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അവസാനം ചേർത്താൽ നല്ലൊരു നെയ്യിൻ്റെ മണം ഉണ്ടാവുക. എന്നിട്ട് അതിലേക്ക് ഒരു 10-15 അണ്ടിപ്പരിപ്പ്. ഇതാദ്യം വറുത്ത് വെക്കേണ്ടത്. ഞാൻ വറുത്ത് വെക്കാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ അതിലെ ഒരു പോക്ക് പോവും, പിന്നെ ഇത് പകുതി ഉണ്ടാവില്ല. വറുത്ത് വെച്ചാൽ വേഗം ചിലവായി പോകും. അതുകൊണ്ട് അത് ആദ്യം വറുക്കാൻ. ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ അതേ അളവ് തന്നെ മുന്തിരി ഒരു 15. നിങ്ങൾ 1 കപ്പിനാണെങ്കിൽ 10-15 അത്രയേ വേണ്ടു. അധികം ആയാലും ഇത് കടിച്ചിട്ട് ഇറങ്ങാറ് വരും. ഒന്ന് നല്ല ബലൂണായി വരട്ടെ. നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ കാണുന്ന വീഡിയോ ഉണ്ടാക്കുന്ന സമയം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ വീഡിയോ കാണുന്ന സമയം മാത്രമേ ഇത് ഉണ്ടാക്കുവാനും വേണ്ടൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഒരാൾ വന്നാൽ നമുക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുക. അതെല്ലാം മക്കൾക്ക്
വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ടേസ്റ്റുള്ള അത് ഈ കൈതച്ചക്ക ഇല്ലാണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.